22-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ നിന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ അങ്ങയിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. അപ്പൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് മക്കൾ കാണട്ടെ. അപ്പനും അമ്മയും ദൈവത്തിൽ ആശ്രയിക്കുന്നത് മക്കൾക്കൊരു മാതൃകയാകട്ടെ. ദാവീദ് പാടുകയാണ്, അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. ദാവീദിന്റെ അപ്പൻ ഇശായിയാണ്. ദാവീദിന്റെ മകൻ ശലോമോനാണ്. ഇവർക്കെല്ലാം അറിയാവുന്ന ആത്മീക പാഠങ്ങളാണ് അവർ പറയുന്നത്. അബ്രഹാമിന്റെ ജീവിതം എടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. അബ്രഹാമിന്റെ ദൈവം എങ്ങനെ ഇസാക്കിന്റെ ദൈവമായി? അബ്രഹാം ഒരു സഞ്ചാരിയായിരുന്നു. അവൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അവൻ്റെ ദൈവമായിരുന്നു. അവന് ദൈവത്തെക്കാൾ അധികം പ്രധാനപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നു. ദൈവമൊഴികെ മറ്റാരും പിണങ്ങരുതെന്ന് അവന് നിർബന്ധമുണ്ടായി. എന്നോർത്തവൻ ആരോടും അഹങ്കാരത്തോടുകൂടി ഇടപെട്ടിട്ടില്ല. അവൻ ആരെയും ചെറുതായി കണ്ടിട്ടില്ല. അബ്രഹാം ഒരു അഹങ്കാരി അല്ലായിരുന്നു. ചിലർക്ക് ദൈവത്തോട് കൂടുതൽ അടുപ്പം ഉണ്ട് എന്ന ചിന്തയാൽ നിഗളികളായി, അഹങ്കാരികളായി തീരാറുണ്ട്. അബ്രഹാമിന് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരൊന്നും എൻ്റെ ദൈവത്തെക്കാൾ എനിക്ക് വലുതല്ല. ഈ ഒരു ചിന്ത ഇസഹാക്കിൽ എന്ത് സ്ഫോടനമാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? എൻ്റെ ദൈവത്തെക്കാൾ എനിക്ക് എൻ്റെ മക്കളോടാണ് സ്നേഹമെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? എൻ്റെ കൂടെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തുറന്ന് ചിന്തിക്കൂ. ഞാനൊരു അപ്പനാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു ഗ്രാൻഡ് ഫാദറാണ്. നിങ്ങൾ എന്നെ കാണാതെ എൻ്റെ ഭാര്യയോടോ മക്കളോടോ കൊച്ചുമക്കളോടോ ചോദിക്കൂ, അപ്പച്ചന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്? വാട്ട് ഈസ് ഹിസ് പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ അവർ കണ്ണടച്ച് പറയും, ബൈബിളാണ്, ദൈവമാണ്, പ്രാർത്ഥനയാണ്, പ്രസംഗമാണ്. എന്നെ പേരെടുത്ത് വേട്ടയാടിയവരുണ്ട്. പക്ഷെ ഞാൻ വിനയത്തോടുകൂടെ പറയുന്നു, ആരെയും പേരെടുത്ത് വേട്ടയാടിയിട്ടില്ല. പകരം പറഞ്ഞിട്ടില്ല, പകരം ചെയ്തിട്ടില്ല. ചില ദിവസങ്ങൾ ദുഃഖിച്ചിട്ടുണ്ട്, ചില ദിവസങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഒരു 10,000 പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ ഹർട്ട് ചെയ്യുകയോ ചെയ്യാൻ എൻ്റെ ബൈബിൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം എനിക്ക് തന്ന മൈക്ക് മറ്റൊരാളെ മുറിക്കാനുള്ളതല്ല, മുറിക്കെട്ടാനുള്ളതാണെന്ന് എനിക്കറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അബ്രഹാമിന് ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമായിരുന്നു. അതുകൊണ്ടാണ് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ അവൻ തയ്യാറായത്. അതിനകത്തൊരു കപടതയുണ്ടെങ്കിൽ ഇസഹാക്ക് അബ്രഹാമിനെ മലയുടെ മുകളിൽ നിന്ന്
തള്ളി താഴോട്ടിട്ടിട്ട് ഒരൊറ്റ ഓട്ടം ഓടും. അബ്രഹാം മകനെ യാഗം കഴിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവം എൻ്റെയും ദൈവമാണെന്ന് ആ കുട്ടി തിരിച്ചറിയുകയാണ്. ആ കുട്ടിക്ക് ജനിച്ച മകനാണ് ഇസ്രയേൽ മക്കളുടെ പിതാവായ യാക്കോബ്. മനസ്സിലാവുന്നു? ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കിൽ ആശ്രയിച്ചു, അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതും. ദൈവാശ്രയം ഉള്ള മാതാപിതാക്കൾ, ഉള്ള മക്കൾ എത്ര ധന്യർ. ഗോഡ് ബ്ലെസ് യു.